സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. 5 പേർക്കും സ്വാഗതം. നമസ്കാരം. നിഖില ഇരിക്കുന്നു, അനുശ്രീ ഇരിക്കുന്നു. രണ്ടുപേരോട് ഒന്നും ചോദിക്കുന്നില്ല. ഹേമയെക്കുറിച്ച് ചോദിച്ചാൽ എൻ്റെ ആൻറ്റിയാന്ന് പറയുന്ന ആദ്യമാണ്. അതുകൊണ്ട് ആ ചോദ്യമേ ഇല്ല. ഈ ഇൻട്രോ കട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പെടും. അതെന്നാ വർത്താനം ഇടാൻ പറഞ്ഞു വെച്ച് പോയെ. ഈ ഇൻട്രോ കട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പെടും. എനിക്ക് കൊടുക്കൽ വാങ്ങൽ ശീലമാണ് ഞങ്ങളിരുന്നത്. സാർ അത് അല്ലേ, എന്തിനും ആൻസർ ഉണ്ട് കേട്ടോ. ഇത് എന്തെങ്കിലും ആയി തീരുള്ളൂ. ഞാൻ ചുമ്മാ ചോദിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ എന്തെങ്കിലും ആയി തീരുള്ളൂ. ഉത്തരം പറയണ്ട. എന്നാ ഇനി ഞാൻ ചോദിക്കാൻ മിണ്ടില്ല. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. എന്തൊക്കെയോ ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല, ഒത്തില്ല. അപ്പൊ പിന്നെ രണ്ടുപേരിലേക്ക് വാ. എന്താണ് നിഖില? വാ ചോദിക്കേ. എന്താ ഉറക്കം വരുന്നു. സമൂഹത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ടോ, സംഗി ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന രണ്ടുപേരും രണ്ട് രീതിക്ക്. മറ്റേതെന്താ പറയുന്നത്, കമ്മി, അതും കൂടെ പറയാന്ന് പറയണ കമ്മി. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. ഞങ്ങളൊന്നും അങ്ങനെയല്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ തെളിയുന്നതെന്നാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ എപ്പോഴും ഒരു സ്നേഹം മാത്രമല്ലേ ഉള്ളൂ നിഖില? അല്ല, എന്റെ ഉള്ളിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട്. ആരും അറിഞ്ഞില്ല. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ആരും അറിഞ്ഞില്ല. ഒരു മനുഷ്യനായ എല്ലാം വേണം. ഒരാൾക്ക് ഒരാളോട് സ്നേഹം ഉണ്ടാവുക എന്ന് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരാൾക്ക് പൊളിറ്റിക്സ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ടി പൊളിറ്റിക്സ് ആവാം, അല്ലെങ്കിൽ ജീവിതത്തിനോടുള്ള പൊളിറ്റിക്സ് ആവാം. അങ്ങനെ എന്തിനോടുമുള്ളൊരു രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയല്ല എന്ന് കുറേ പേര് പറയണമെന്നുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ആണെന്ന് കുറേ പേര് പറയണമെന്നുണ്ടാവാം. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിനെപ്പറ്റി ബോധർ ചെയ്യുന്നില്ല. ഇതിനെപ്പറ്റി ബോധർ ചെയ്യുന്നത് ഒന്ന് മീഡിയ ആണ്, ഒന്ന് നിങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ കാണുന്ന ജനങ്ങളാണ്. ഞങ്ങള് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് സംഖ്യയാണോ എന്ന് ചോദിക്കാറില്ല, അല്ലെങ്കിൽ കമ്മയാണോ എന്ന് ചോദിക്കാറില്ല. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. നെഗറ്റീവ് ജേർണലിസം ഒന്നും വ്യത്യാസം. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നെഗറ്റീവാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോഴാണ്. ഏറ്റവും കൂടുതൽ ശല്യം. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നമ്മളെല്ലാവരും സിനിമ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് പറയുമ്പോൾ ഇതേ മീഡിയ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നും പറയുന്നുണ്ട്. സിനിമയിലുള്ള ആൾക്കാരെ പറ്റി പലതും പറയുന്നുണ്ട്. ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇത്രയും വലിയ വിഷയം നമുക്ക് പ്രതികരിക്കാതെ പോകുന്നത് പ്രതികരിക്കുകയും ചെയ്തു. അല്ലേ, എന്റെ പ്രതികരണം എന്ന് പറയുന്നത് എനിക്കത് ഒരിക്കലും നിങ്ങളുടെ TRP കൂട്ടാൻ വേണ്ടിയിട്ട് തരാനുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നാറില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ എന്റെ പ്രതികരണം എനിക്ക് അറിയിക്കേണ്ടത് എന്റെ അസോസിയേഷനിലുള്ളവരോ അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടോ അല്ലേ, മീഡിയയോടോ ജനങ്ങളോടോ. അസോസിയേഷൻ മിണ്ടുന്നുണ്ടല്ലോ, മിണ്ടിട്ടില്ലേ? എങ്ങനെ വേണ്ടി എത്ര അപ്പൊ ഇതേ ആൾക്കാർ നിങ്ങൾ കുറച്ചു മുന്നേ പറഞ്ഞു നിങ്ങൾ ഇത്ര നേരം സിനിമയുടെ കൂടെ നിൽക്കായിരുന്നു എന്ന് പറഞ്ഞ അതേ ആൾക്കാരാണ്. ഞാൻ പോകുന്നു. ബൈ ബൈ.